ചെൽബിൻ്റെ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സാരി ബ്ലൗസ് കട്ടിംഗ് ആണ്. അപ്പം നമുക്ക് ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യാൻ കിട്ടിയാൽ നമ്മൾ ആദ്യം തന്നെ എൻ്റെ കൈയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഞാൻ എൻ്റെ കൈ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കാരണം കൈ ഇറക്കം എടുത്തു, തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട് കൈയിറക്കം എടുത്തു. പിന്നെ നമ്മൾ ആ കൈയിറക്കം തന്നെ ഈ സൈഡിൽ അടയാളപ്പെടുത്തും. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് 4 ഇഞ്ച് അടയാളപ്പെടുത്തും. ആ 4 ഇഞ്ച് വരെ നമുക്ക് വേണ്ടാത്തതാണ്. എന്നിട്ട് ഈ 4 ഇഞ്ചേന്ന് നമ്മൾ കറക്കി ഇവിടെ വരച്ചിട്ട് വിട്ടു. ഈ കൈവണ്ണം നമ്മൾ 6 ഇഞ്ചാണ്. 6 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 7 എടുത്തു. എന്നിട്ട് ഈ 7 ഇഞ്ചേന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കും. ഈ 4 ഇഞ്ചുണ്ടല്ലോ അവിടോട്ട് വരച്ചാണ് ഈ കൈ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കൈ കട്ട് ചെയ്ത് അങ്ങ് മാറ്റി വെച്ചേ. ഇനി ഞാൻ പുറം പീസാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പുറം പീസ് അടയാളപ്പെടുത്തിയിരിക്കുന്ന വണ്ണം ഉണ്ടല്ലോ, വണ്ണം നമുക്ക് എത്ര വണ്ണം ഉണ്ടോ അതിനേക്കാളും 10 ഇഞ്ച് കൂട്ടിയെടുക്കണം. വണ്ണം ഞാൻ അളവ് ബ്ലൗസ് തന്നെങ്കിൽ ഞാൻ അതിൻ്റെ അടിഭാഗത്തെ വണ്ണമാണ് എടുക്കുന്നത്. ഇപ്പം 32 അടിഭാഗത്ത് കിട്ടിയെങ്കിൽ ഞാൻ 10 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കും. അങ്ങനെയാണ് ഞാൻ വണ്ണം കണക്കാക്കുന്നത്. അങ്ങനെ എടുത്ത വണ്ണമാണിത്. അപ്പം ഞാനിവിടെ 11 അടയാളപ്പെടുത്തി, 10 അടയാളപ്പെടുത്തി. 32 10 42, 10 അടയാളപ്പെടുത്തിയേ. പിന്നെ ഇറക്കം ഞാൻ 15 അവർ ഇറക്കം തന്നത്. ഞാൻ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 16 അടയാളപ്പെടുത്തി. പിന്നെ കഴുത്തിറക്കം ഞാൻ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. ഈ ഷോൾഡർ എടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ്. പിന്നെ കൈക്കുഴി ഞാൻ 5.5 എടുത്തിട്ട് വളച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം. ഞാൻ ആദ്യം വരെ കഴുത്ത് നമ്മൾ ഒതുക്കി വെട്ടണേ. പിന്നെ അവർ നല്ലോണം ഇച്ചിരി മലന്നിരിക്കട്ടെന്ന് പറഞ്ഞാലേ നമ്മൾ മലത്തി വെട്ടാവുള്ളൂ. എങ്ങനെയാണെങ്കിലും തയ്ച്ച് വരുമ്പോൾ ഇച്ചിരി ഇത് കഴുത്ത് വലുതായി പോകും. അതുകൊണ്ട് നമ്മൾ ഒതുക്കിയേ വെട്ടാവുള്ളൂ കഴുത്ത്. ഇത് ഷോൾഡറാണ്. ഷോൾഡർ ഞാൻ 3.5 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈക്കുഴി കട്ട് ചെയ്തെടുക്കുവാണ്. ഈ താഴെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ശകല ഇറക്കി കൊടുത്തേക്കണം. ഇങ്ങോട്ട് ഇറക്കിയേ. ഇതിനി കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ എന്തെടുക്കണം എന്നറിയാം. ഇത് നേരെ ഇട്ടും കൊണ്ട് ഈ പുറകിലത്തെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ഇതെടുത്ത് ഇതിന്റെ മോൾപോട്ട് ഇടണം. മോൾപോട്ട് ഇട്ടിട്ട് അതിന്റെ അളവാണ്. ഇതിനേക്കാളും ഈ പുറകിലത്തെ പീസിനേക്കാളും 1.5 ഇഞ്ച് ഇറക്കം കൂട്ടിയെടുക്കണം. ഇറക്കം കാരണം കട്ടിങ് ഒക്കെ തയ്യൽ വരുന്നത് കൊണ്ടാണ് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാൻ പറഞ്ഞത്. അപ്പം ഇത് ഞാനിവിടെ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാൻ പോവാണ്. 1.5 ഇഞ്ച് കൂട്ടിയെടുത്ത് അടയാളപ്പെടുത്തി. ഇനി വണ്ണം നമ്മൾ ഈ എടുത്തതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയെടുത്തേക്കണം. ഈ ബാക്ക് പീസിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയെടുത്തേക്കണം. ഫ്രണ്ടിലത്തെ പീസിന് വണ്ണം കൂട്ടിയെടുക്കുകയാണ്. ബാക്കിയെല്ലാം ഒരുപോലെ. ഇനി നമുക്ക് ഇത് വരച്ചിടാം. ഈ കൈക്കുഴി വരയ്ക്കുവാണ്. ഇതിന്റെ വണ്ണം വരച്ചിടുവാണ്. ഇനി നമ്മൾ ഇതിന്റെ കഴുത്തിറക്കം എടുക്കുന്നത്, മുൻവശത്തെ കഴുത്തിറക്കം എടുക്കുന്നത് 7 ഇഞ്ചാണ്. കഴുത്തിന്റെ ഇറക്കം 7 ഇഞ്ചാണ്. ഷോൾഡറൊക്കെ ആ വീതി തന്നെയാണ്. 7 ഇഞ്ച് അടയാളപ്പെടുത്തി റൗണ്ട് വരച്ചിട്ട് നമ്മൾ ഈ പുറം പീസ് അങ്ങെടുത്ത് മാറ്റുവാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേ കട്ടിങ് വരയ്ക്കുവാണ്. ഇപ്പം കട്ടിങ് വരയ്ക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ട് ഞാൻ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി. 5.5 അടയാളപ്പെടുത്തി. വണ്ണം ഞാൻ 9.5 അടയാളപ്പെടുത്തി. ഇവിടെ നമ്മള് ഇപ്പൊ താഴെ നടന്നു നോക്കണം എത്ര കിട്ടി. 4.5 കിട്ടി. ആ 4.5 തന്നെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ മോൾപോട്ട് വരയ്ക്കുവാണ്. ഈ മോൾപോട്ട് എത്ര വരയ്ക്കുന്നെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ 4.5 അടയാളപ്പെടുത്തി. ഈ 4.5 തന്നെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയേ. എന്നിട്ട് ഇങ്ങനെ വള്ളം പോലെ നമ്മൾ ഇങ്ങനെ വരച്ച് വരുവാണ്. എന്നിട്ട് ഇവിടെ 4.5 ആണെങ്കിൽ അതിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. എന്നിട്ട് ഇവിടെ ഈ എറമ്പില് എന്നിട്ട് അതേ കൊണ്ടുവന്ന് ഇങ്ങനെ വളച്ച് മുട്ടിച്ചേക്കണം. എല്ലാത്തിനും ഓരോ അളവുണ്ട് ഉണ്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഈ കട്ടിംഗ് ആണ്. ഈ കട്ടിങ് നമുക്ക് 6 പീസ് വേണം. ഒരു സൈഡിലോട്ട് 3, മറ്റേ സൈഡിലോട്ട് 3, 6 പീസ് വേണം. അപ്പം നമ്മൾ ഈ നല്ല തുണിയെന്ന് ഇത്
4 പീസ് ഇനി കണ്ടിച്ചെടുക്കുവാണേ, കട്ട് ചെയ്തെടുക്കുവാണേ. എന്നിട്ട് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയിട്ടില്ലേ, അത് തന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ടേരെ. അപ്പം നമുക്ക് 4 പീസായില്ലേ. ഇനി ഇതിനകത്ത് വെക്കാനുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് നമുക്ക് ലൈനിങ്ങിൽ നിന്ന് കട്ട് ചെയ്യാം 2 എണ്ണം. അപ്പം നമുക്ക് 4 എണ്ണം കിട്ടി. 4 എണ്ണം ഉണ്ട്. ഇത് 4 എണ്ണമാണ്. 1 2 3 4 എണ്ണം. ഇനി നമുക്ക് 2 എണ്ണം ഈ ലൈനിങ്ങിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇനി ഇതങ്ങോട്ട് മാറ്റിയിടാം. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ലൈനിങ്ങിന്റെ ഈ തേര് വശം ഉണ്ടല്ലോ, ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. എന്തിനാന്ന് വെച്ചാൽ പുറകിലത്തെ പടിക്കും മുൻവശത്തെ ഹുക്സ് ഇടാനുള്ള പടി ഉണ്ടാക്കുന്നില്ലേ, അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പടി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പടി കട്ട് ചെയ്ത് ഈ തേര് ഭാഗം ഇനി കട്ട് ചെയ്തെടുക്കുവാണേ. ഇത് വെച്ച് അതങ്ങ് മാറ്റിയിട്ടെ. ഇനി നമുക്ക് ഇത് വേണം. ഇതെന്തിനാ വേണ്ടതെന്ന് അറിയാവോ? നമുക്ക് ഹുക്സിനല്ലേ നമുക്ക് ഇതായത്, ഈ തേര് ഭാഗമായത്. ഹുക്സിന്റെ ആ ഭാഗത്തെ പടിയും പുറകിലത്തെ ഭാഗത്തിന്റെ പടിയുമാണ് ഈ തേര് ഭാഗം. അത് കഴിഞ്ഞ് ഹുക്സ് കയറ്റാനായിട്ട് ഹുക്സ് ഇടാനായിട്ട് ഇത് നമ്മൾ 5 പോയിന്റ് കൊടുക്കുമല്ലോ, ഹൈ വരിവെന്ന് പറയും. ഈ നമ്മൾ കിഴുത്തയിടുമല്ലോ, ആ കിഴുത്തയിടാനുള്ള പടിയാണിത്. ഇതെല്ലാം നമ്മൾ ഇടത് ഭാഗത്ത് പിടിപ്പിച്ചിട്ട് അതിന് കിഴുത്തയിടുന്നത്. 5 കിഴുത്തയിടും 5 ഹുക്സിന്. അപ്പോൾ അതിനുള്ളതാണത്. ഇനി നമ്മൾ ഈ ലൈനിങ്ങിൽ ഇത്രയും പീസ് അധികം വന്നേ, ഇത് നമ്മൾ എന്താണെന്നറിയാമോ, ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും. എന്തിനാണെന്നറിയാമോ? കഴുത്തിനുള്ള പടിയെ പിടിപ്പിക്കാനുള്ളതാണ്. ഒരു 1.25 ഇഞ്ച് അകലത്തില് നമ്മൾ ഒരു 3-4 എണ്ണം കട്ട് ചെയ്തെടുത്തേരെ. ഇപ്പം 2 4 ഞാനൊരു 6 കട്ട് ചെയ്തെടുത്തു. 6 നമുക്ക് വേണ്ട, പക്ഷെ കട്ട് ചെയ്തെടുത്തു. 1 2 3 4 5 6 ഇത്രയാണ് ഒരു ബ്ലൗസിന്റെ കട്ടിങ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൈകളെല്ലാം തയ്ച്ച് വെച്ച് കണ്ടോ, കയ്യിൽ ഇത് പിടിപ്പിച്ചതാണ്. വേറൊരു ഇതെടുത്ത് വർക്ക് എടുത്ത് ഇതേ പിടിപ്പിച്ചതാണ്. അപ്പോൾ കൈ രണ്ടും നമ്മൾ റെഡിയാക്കി തയ്ച്ച് മാറ്റി വെച്ചു. ഇനി കട്ടിംഗ് ആണ്. ഈ കട്ടിങ് ഞാൻ പറഞ്ഞില്ലേ 6 പീസ് വേണമെന്ന്. ഒരു സൈഡിലേക്ക് 3 പീസ് വേണം, മറ്റേ സൈഡിലേക്കും കൂടെ 3 പീസ് വേണം. അങ്ങനെ 6 പീസ് വേണം. അപ്പം നമ്മൾ നല്ല ഈ തുണിയുണ്ടല്ലോ, ഈ തുണിയുടെ അകത്തോട്ട് ഈ ലൈനിങ് തുണി കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് മടക്കിയേക്കണം. എന്നിട്ട് ഈ സൈഡ് തയ്ച്ച് വിടണം. അപ്പോൾ ഇങ്ങനെയാണ് 3 പീസ്. ഒരു പീസ് അകത്ത് വരും. അങ്ങനെയാണ് 3 പീസ്. അപ്പോൾ ഇനി ഈ കട്ടിങ് നമുക്ക് തയ്ച്ചുകൊണ്ട് വരാം. ഇനി നമ്മൾ ഈ സൈഡ് ഭാഗം അറിയണമല്ലോ, ഈ കട്ടിങ്ങിന്റെ സൈഡ് ഭാഗം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിന്റെ ഈ ഭാഗത്തെ ഒരു അടയാളം വെച്ചേക്കണം. 2 അടയാളം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ഭാഗത്തിൻ്റെയും വെക്കണേ. ഇതിൻ്റെയും വെക്കണം, നമ്മൾ ഇതിൻ്റെയും വെക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പുറം പീസ് ഉണ്ടല്ലോ, ഈ പുറം പീസിന്റെ അടിഭാഗത്ത് ഈ പടി പിടിപ്പിക്കുവാണേ. ഈ പടി പിടിപ്പിച്ചിട്ട് വരാം. ഈ പടി പിടിപ്പിച്ചതിന് ശേഷം ഇതിങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ചെറുതായിട്ട് ഓരോ അടി അടിക്കണം. എറമ്പ് ചേർത്തടിക്കണം. പിന്നെ ഇനി നമുക്കിത് അകത്തോട്ടിട്ടിട്ട് കൈത്തയ്യൽ തയ്ക്കാനുള്ളതാണ്. ഇങ്ങനെ അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഇത് കൈത്തയ്യൽ തയ്ച്ച് മാറാനുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പോയിന്റുകൾ തയ്ച്ചെടുക്കാൻ പോവുകയാണേ. അതായത് ഇത് ലൈനിങ്ങിലാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വശത്ത് വരച്ചു വെച്ചേക്കണം. എന്നിട്ട് എന്തെടുക്കണം എന്നറിയാം, നമ്മൾ ഈ അടിഭാഗത്തെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ എവിടെ എന്തുമാത്രം മടക്കണമെന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തിയേക്കണം. ഇത് കണ്ടോ, എത്ര വേണമെന്നുള്ളത് അത്ര അടയാളപ്പെടുത്തിയേക്കണം. അടിഭാഗം മാത്രം, മറ്റൊക്കെ ഇച്ചിരി എടുക്കേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. അപ്പം ഈ ലൈനിങ്ങിൻ്റെ മുകൾ പോട്ട് നല്ല തുണി ഇട്ടിട്ട് നമുക്കിത്
തയ്ച്ചെടുത്തോണ്ട് വരാം. നമ്മൾ ഈ പോയിന്റുകൾ തയ്ച്ചു കഴിഞ്ഞ് തേണ്ട, ഇനി നമ്മൾ ഇതും കൂടെ സെറ്റാക്കി വെക്കണം. ഇതേ പിടിപ്പിക്കണം. അങ്ങനെ ഇത് രണ്ടും ചെയ്തുകൊണ്ട് വരാവേ. നമ്മളിത് തയ്ച്ചു കഴിഞ്ഞ് വേണ്ട, ഇനി നമുക്ക് ഇടതും വലതും ഓരോ പടികൾ പിടിപ്പിക്കാം. ഇത് വലതുവശത്തേക്കുള്ള പടിയാണ്, ഇതകത്ത് മടക്കി അടിക്കാനുള്ളതാണ്. ഇത് ഹോള് വരിയാനുള്ളതാണ്. അങ്ങനെ ഇത് ഇടതുവശവും ഇത് വലതുവശത്തുമുള്ള 2 പടികളാണ്. നമുക്ക് എളുപ്പം അത് പിടിപ്പിച്ചുകൊണ്ട് വരാം. അപ്പോൾ തന്നെ നമ്മൾ ആ പടികൾ പിടിപ്പിച്ചു. ഇത് ഇടതുവശത്തെ പടിയും ഇത് വലതുവശത്തെ പടിയും. വലതുവശത്തെ പടി അകത്തോട്ട് മടക്കിയിട്ടതാണ്. ഇത് വെളിയിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 5 ഹോളും വരഞ്ഞിട്ടുണ്ട്. 1 2 3 4 5 എണ്ണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷോൾഡർ പിടിപ്പിക്കണം. പുറകിലത്തെ പീസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇട്ടും കൊണ്ട് നമുക്ക് ഈ ഷോൾഡർ പിടിപ്പിച്ച് കൈയും പിടിപ്പിച്ചുകൊണ്ട് വരാം. അത്രയും ചെയ്തുകൊണ്ട് വരാവേ. അപ്പോൾ ഷോൾഡറും പിടിപ്പിച്ചു, നമ്മൾ കൈയും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ തയ്യൽ വിട്ടിട്ടില്ല, ഇത് വിടരുത്. നമ്മൾ ഈ പടി പിടിപ്പിക്കത്തില്ലേ, പടി പിടിപ്പിച്ചതിന് ശേഷമേ വിടാവുള്ളൂ. ആദ്യത്തെ ഒരു റൗണ്ട് അടിച്ചതിന് ശേഷമേ ഇത് വിടാവുള്ളൂ, ഈ തയ്യൽ വിടാവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മൾ ഈ പുറയിൽ കെട്ട് പിടിപ്പിക്കത്തില്ലേ, അതായത് എന്തെങ്കിലും ഇങ്ങനത്തുള്ള സാധനങ്ങൾ പിടിപ്പിക്കത്തില്ലേ. അപ്പം ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് 4 ഇഞ്ച് താഴ്ചയിൽ ഒരടയാളം വെച്ചേക്കണം. നമ്മൾ ഇത് പിടിപ്പിക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ അടി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തയ്ച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാനുള്ളതാണ് ഈ സാധനം. ഇവിടെ ഫിറ്റ് ചെയ്യണം. ഇങ്ങനെ തയ്ച്ച് ഇവിടെ വരുമ്പോൾ ഈ അടയാളം നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്, അത് മാറാതിരിക്കാനായിട്ടാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ആ പടി പിടിപ്പിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് ആ പടി ഇതും കൂടെ ഒന്നിച്ചടിച്ച് മുകൾപോട്ട് വരണം. അതിനാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിലേ പോകുന്നെങ്കിൽ ഒന്നിച്ചടിച്ച് താഴോട്ട് പോകണം. അപ്പം ഞാനത് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ഇത്രയും പണി പൂർത്തിയാക്കിയേ. നമ്മളിനി കൈത്തയ്യലാണ് ചെയ്യേണ്ടത്. കൈസൂചി കൊണ്ട് ചെയ്യേണ്ട പണികളാണ് ഇതെല്ലാം മടക്കി അടിക്കണം, ഹുക്സ് പിടിപ്പിക്കണം, പിന്നെ ഇവിടെ അടിഭാഗം മടക്കി തയ്ക്കണം, ഇതെല്ലാം ചെയ്യണം. അപ്പം ഞാൻ അതെല്ലാം ചെയ്തുകൊണ്ട് വരാവേ. ഈ ബ്ലൗസ് നമ്മളപ്പം പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ അപ്പം നമ്മൾ ഈ ബ്ലൗസ് പൂർത്തിയാക്കിയെടുത്ത് കൈത്തയ്യലെല്ലാം കഴിഞ്ഞു, എല്ലാം വർക്കുകളെല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കെട്ടാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.